അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുടെ ഫിസിക്കൽ സയൻസ് ഓപ്ഷൻ പേപ്പറിൻ്റെ സിലബസ് പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്, നമ്മളുടെ ഫിസിക്കൽ സയൻസ് ഓപ്ഷൻ പേപ്പറിന് പ്രധാനമായിട്ട് നമ്മൾ 3 ടെക്സ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഒരു ടെക്സ്റ്റ് നമ്മളുടെ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സയൻസ് ബൈ പ്രൊഫസർ കെ ശിവരാജൻ സാറിൻ്റെ ടെക്സ്റ്റ്, പിന്നെ വേറൊരു ടെക്സ്റ്റുള്ള മോളിക്കുട്ടി മിസ്സിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ മറിയാമ്മ മാത്യു എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റ് ഉണ്ട്. അങ്ങനെ 3 ടെക്സ്റ്റാണ് നമ്മൾ റെഫർ ചെയ്യാറായിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഏറ്റവും നല്ല ടെക്സ്റ്റായിട്ട് കരുതുന്നത് ശിവരാജൻ സാറിൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ വാങ്ങിക്കൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് എടുത്തിട്ട് അതിൻ്റെ കോപ്പി എടുക്കുകയോ ചെയ്യുക. പിന്നെ നമുക്ക് ഇന്ന് അതിൻ്റെ ജസ്റ്റ് ഒന്ന് തുടങ്ങി വയ്ക്കാം. അതായത് നമ്മളുടെ ഫിസിക്കൽ സയൻസിൻ്റെ ആദ്യത്തെ പേപ്പറിൻ്റെ ഫസ്റ്റ് സെമസ്റ്ററിലെ ആദ്യത്തെ പേപ്പറിൻ്റെ, അതായത് അണ്ടർസ്റ്റാൻഡിങ് ദ ഡിസിപ്ലിൻ ഓഫ് ഫിസിക്കൽ സയൻസ് എഡ്യൂക്കേഷൻ, അതിലെ ആദ്യത്തെ യൂണിറ്റ് നമുക്കൊന്ന് തുടങ്ങി വയ്ക്കാം. അതിൻ്റെ അകത്ത് ആദ്യത്തെ യൂണിറ്റിൽ വരുന്നത് ഹിസ്റ്ററി ഓഫ് സയൻസ് ആണ്. അതായത് പണ്ടുകാലം മുതൽ എവിടെ നിന്നാണ് സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങൾ തുടങ്ങിയത്, സയൻസ് എന്ന് പറയുന്ന ആ ഡീപ്പായിട്ടുള്ള ആ ഒരു നോളജ്, സയൻസിനെ കുറിച്ചുള്ള നോളജ് ഡെവലപ്പ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ എന്താണ് ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് പണ്ടുകാലം മുതൽ നമ്മളുടെ മനുഷ്യർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എന്തൊക്കെ ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്, പിന്നെ ഓരോ കാലഘട്ടങ്ങൾ കഴിയുന്തോറും എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളും എന്തൊക്കെ പുരോഗതികളുമാണ് മനുഷ്യരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഈ ഒരു ടോപ്പിക്ക്, അതായത് ഹിസ്റ്ററി ഓഫ് സയൻസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എക്സാമിനൊക്കെ നമുക്ക് പലപ്പോഴും എസ്സേ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഹിസ്റ്ററി ഓഫ് സയൻസിൽ പ്രധാനമായിട്ടും വരുന്നത് എവിടെ നിന്നാണ്, അതായത് ഏത് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ആദ്യമായിട്ട് സയൻസിനെ കുറിച്ച് നമ്മൾ അറിവ് നേടാനായിട്ട് തുടങ്ങിയത്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബാബിലോണിയക്കാരും ഈജിപ്ഷ്യൻസും അതുപോലെ പേർഷ്യക്കാരും ഒക്കെയാണ് സയൻസിൻ്റെ മേഖലയിൽ ആദ്യമായിട്ട് അറിവുകൾ കണ്ടെത്താനായിട്ട് തുടങ്ങിയത്. പിന്നെ സയൻസിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഒത്തിരി ഗ്രീക്കുകാരും സയൻസിനെക്കുറിച്ച് ഒത്തിരിയേറെ അറിവുകൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ് സയൻസിൻ്റെ മേഖലകളിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത്, അതായത് ആർക്കിമിഡീസ്, ഹിപ്പാർക്കസ്, ക്രിസ്ത്യൻ സ്കോളേഴ്സ്, അങ്ങനെ ഒത്തിരി ശാസ്ത്രജ്ഞന്മാർ ഓരോരോ കാലഘട്ടങ്ങളിലായിട്ട് സയൻസിൻ്റെ പല മേഖലകളിൽ, അതായത് മെഡിസിൻ, ആസ്ട്രോണമി, ഫിസിയോളജി, മെക്കാനിക്സ്, അങ്ങനെ സയൻസിൻ്റെ എല്ലാ മേഖലകളിലും പല പല ശാസ്ത്രജ്ഞന്മാർ നടത്തിയ കണ്ടുപിടുത്തങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മളുടെ ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. പുരാതന കാലഘട്ടങ്ങളിലും എവിടെ നിന്നാണ് സയൻസ് എന്ന നോളജ് ആരംഭിക്കുന്നത്, അതിനെക്കുറിച്ച് അറിയാനായിട്ട് ആരംഭിക്കുന്നത്, അതുപോലെ ഓരോ കാലഘട്ടങ്ങളിലും സയൻസിൽ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, ഏൻഷ്യൻ പീരീഡ്സിലും മോഡേൺ പീരീഡ്സിലൊക്കെ സയൻസിൽ ഓരോ ശാസ്ത്രജ്ഞന്മാർ നടത്തിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മുടെ ഹിസ്റ്ററി ഓഫ് സയൻസിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ ശിവരാജൻ സാറിൻ്റെ ടെക്സ്റ്റിൽ പേജ് നമ്പർ, അതായത് 32, 33 തുടങ്ങിയ പേജുകളിലൊക്കെ അത് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയിട്ട് അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എസ്സേ ആയിട്ട് എഴുതാനായിട്ട് അത് സഹായിക്കും. പിന്നെ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത്, അതായത് ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്ട്സിനെ കുറിച്ചാണ് വരുന്നത്. അത് നമുക്ക് തന്നെ അറിയാം, സയൻസിൻ്റെ ഫണ്ടമെൻ്റൽ ബ്രാഞ്ചസിനെ കുറിച്ചും എമർജിങ് ബ്രാഞ്ചസുകളെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഫണ്ടമെൻ്റൽ ബ്രാഞ്ചസ് എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാലോ. സയൻസിൻ്റെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസ് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഒത്തിരി ബ്രാഞ്ചസുകൾ ഇന്ന് സയൻസിൽ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മളുടെ മറിയാമ്മ മാത്യു എന്ന് പറയുന്ന ഓതറിൻ്റെ ടെക്സ്റ്റിലാണ്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പിന്നെ മൂന്നാമത്തെ ടോപ്പിക്ക്, ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സയൻറ്റിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സയൻറ്റിസ്റ്റിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ വർഷവും സെമിനാറായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ
ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ വായിച്ച് കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു.